പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മൂസ് ജീവന്റെ മരണത്തിൽ ഇപ്പോൾ കുടുംബം പ്രതികരിക്കുന്നു. തത്സമയം സഹോദരൻ അഖിൽ സജീവൻ. ഇന്നിപ്പോൾ വീട്ടിൽ പോയിട്ട് വേണം അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ. കാരണം ഇന്ന് കുറേ കാര്യങ്ങൾക്ക് ഇപ്പം ഇവിടെ നിറഞ്ഞതും ബാക്കിയുള്ള വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വീട്ടിൽ പോയിട്ട് ബാക്കി എനിക്ക് കുറേ കാര്യം ചെയ്യാനുണ്ട്. അല്ല, നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. അതാണ് എല്ലാവരും പറഞ്ഞിട്ട് ആദ്യത്തെ കള്ളം അതാണ്. ആശുപത്രിക്കാർ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു അമ്മുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒരാളാണ്. അത് ആരാന്ന് എനിക്ക് ഇതുവരെ ഒരു പെൺകുട്ടി ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവരെങ്ങനെ മറ്റാണെന്ന് അതാ എനിക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരൊറ്റ കാര്യം, ഞാനോ എൻ്റെ വീട്ടുകാരോ ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവരണം. എൻ്റെ അമ്മയുടെ വീട് കോട്ടയത്താണ്. എൻ്റെ അമ്മ വീട് കോട്ടയമാണ്. അമ്മ തൊട്ടടുത്ത് കിടക്കുന്ന കോട്ടയത്തോട് കൊണ്ടുപോകാൻ നമ്മൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പറയത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളല്ല ആ കൂട്ടത്തിലാണ് അമ്മുവിനെ കൊണ്ടുവന്നിട്ടുള്ള ആരും ഒരാൾ, ടീച്ചർമാരായിരിക്കാം, വാർഡനായിരിക്കും, ആരും ഒരാളായിരിക്കാം. ആരെങ്കിലും ഒരാൾ ഇതിനെപ്പറ്റി അവരാണ് പറയുന്നത്. ബോധപൂർവം പറഞ്ഞു തന്നെയായിരിക്കണം. എന്തോന്ന് ഹോസ്റ്റലിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, അത് മറയ്ക്കാൻ വേണ്ടി കാണിച്ചതാണ്. 1.5 മണിക്കൂർ മേളിൽ ഇതാക്കിയെന്ന് വെച്ചാൽ ഡിലേ ആക്കിയെന്ന് പറയുന്നുണ്ട്. അത് ബാക്കിയുള്ള ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയുള്ളതെന്ന് ഞാൻ തെളിയിച്ചിട്ട് അത്രേ എനിക്ക് പോലീസിനടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടോ. ഇത് തെളിയിച്ച് മാത്രമേ ഞാനും ഇവിടുന്ന് പോവുള്ളൂ. താങ്ക് യു. സഹോദരൻ അഖിൽ സജീവന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് അഖിൽ പ്രതികരിച്ചത്. മിഥുൻ മുരളി വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, സമഗ്രമായ അന്വേഷണമാണ് അമ്മുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടത്. ഇപ്പോൾ മൊഴിയെടുത്ത ശേഷം അഖിൽ എന്താണ് പ്രതികരിച്ചത്? കുടുംബം ആരോപിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 3 സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികളുമായിട്ട് അമ്മുവുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ തർക്കത്തിന്റെയും പ്രശ്നങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് അമ്മുവിന്റെ മരണം സംഭവിച്ചത്. ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. ഇതുവരെയുള്ള പോലീസ് അന്വേഷണത്തിൽ കുടുംബം തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ 3 സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥിനികളുമായിട്ടുള്ള തർക്കവുമായി സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിനോട് മൊഴിയായിട്ട് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അമ്മുവിന്റെ സഹോദരൻ അഖിൽ സജീവൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അമ്മുവിന്റെ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഫോറൻസിക് പരിശോധന നടക്കുകയാണ്. ഈ ഫോറൻസിക് പരിശോധന നടന്നതിന് ശേഷം അമ്മുവിന്റെ ഫോണിലേക്ക് അവസാനം വിളിച്ച കോളുകൾ, അതിന് മുൻപുള്ള ദിവസങ്ങൾ ഈ 3 സഹപാഠികളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്ന സൂചനകൾ ലഭിക്കുന്ന വിവരങ്ങൾ ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഈ 3 വിദ്യാർത്ഥിനികളുടെ മൊഴി ഇനി ഒരു തവണ കൂടി എടുക്കുന്ന ഘട്ടത്തിലേക്ക് പോലീസ് അന്വേഷണം കടക്കുക. ഇതിനോടൊപ്പം തന്നെ ഈ കുടുംബം ആരോപണം ഉന്നയിക്കുന്ന 3 സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥിനികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അഖിൽ സജീവന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടത്തിൽ അമ്മുവിന്റെ മൊബൈൽ ഫോണുകൾ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 3 സഹപാഠികളായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെടുന്ന വിദ്യാർത്ഥിനികളുടെ മൊഴി രേഖപ്പെടുത്തും. അഖിൽ സജീവന്റെ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഇതിൽ പ്രതിഷേധം കനക്കുകയാണ്. KSU നാളെ ഈ ഒരു വിഷയത്തിൽ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ശരി മിഥുൻ.